ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നല്ലൊരു ദിവസം കൂടെ വചനവുമായിട്ടിരിക്കാൻ കർത്താവ് എന്നെ സഹായിച്ചു. അതോർത്ത് ഞാൻ എൻ്റെ പിതാവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. ഫോക്കസ് ഓൺ ജീസസ് ഗ്രൂപ്പിനും അതിൻ്റെ അഡ്മിൻ അനീഷ് പാസ്റ്ററിനും ഇങ്ങനൊരവസരം എനിക്കൊരുക്കി തന്നു. അതുപോലെ എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കൾക്കും വലിയവനായ ദൈവത്തിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും നന്ദിയെ ഞാൻ അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനങ്ങൾ 55:22 വായിക്കാം. സങ്കീർത്തനങ്ങൾ 55:22. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ദൈവമക്കളെ, ഞാൻ ചില വിഷയങ്ങളിൽ ഭാരപ്പെട്ടപ്പോൾ കർത്താവ് എന്നോട് സംസാരിച്ച വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഈ വചനങ്ങൾ ദൈവം നമുക്ക് തരുന്ന ഒരു ആശ്വാസമായിട്ടൊരു വാഗ്ദാനമാണ്. ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളും ആകുലതകളും ദൈവത്തിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് നമ്മെ താങ്ങി നടത്തുമെന്നാണ് ഈ വചനത്തിൽ കൂടി നമ്മളെ ഓർപ്പിക്കുന്നത്. ദാവീദ് വളരെ പ്രതികൂലങ്ങളിൽ കൂടിയാണ് കടന്നുപോയത്. വീട്ടുകാരിൽ നിന്നും പ്രാണസ്നേഹിതരിൽ നിന്നൊക്കെ ഒരുപാട് മുറിവുകൾ ദാവീദിനുണ്ടായി. മരണഭീതി വരെ ഉണ്ടായപ്പം ദാവീദ് പറയുന്നുണ്ട്, ഈ 55-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യത്തിൽ, എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു, ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു, പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ദൈവമക്കളെ, അത്രമാത്രം എങ്ങനെയെങ്കിലും ഇതിനകത്തു നിന്നൊന്ന് രക്ഷപ്പെടണമെന്നുള്ള ആ ഒരു ചിന്ത ദാവീദിനുണ്ടായിരുന്നു. ഞാനും അങ്ങനെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ ദാവീദ് ദൈവത്തിൽ ബലപ്പെട്ടതായിട്ട് 16-17 വാക്യത്തിൽ കാണുന്നുണ്ട്. 55-17 ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. ദാവീദ് ദൈവത്തെ രുചിച്ചറിഞ്ഞൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെയാണ് ദൈവമക്കളെ ദൈവം നമ്മോടും പറയുന്നത്. നാളുകളായിട്ട് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുടെ മുമ്പിൽ നാം ഭാരപ്പെടേണ്ടെന്ന്. ശത്രുവിൻ്റെ പല തരത്തിലുള്ള വെല്ലുവിളികൾ ഏതെല്ലാം തരത്തിൽ അപമാനിക്കാമോ അത്രമാത്രം നമ്മുടെ മനസ്സിനെ കീറി മുറിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായാലും നമ്മൾ കുലുങ്ങിപ്പോവാൻ ദൈവം സമ്മതിക്കത്തില്ല പ്രിയപ്പെട്ടവരെ. പലവിധമാകുന്ന പ്രതികൂലങ്ങൾ, അത് കടമാകാം, രോഗമാകാം, തലമുറകളുടെ വിഷയമാകാം, ജീവിതത്തിന് നേരെ വരുന്ന ഏത് പ്രശ്നവും അത് വലുതായിട്ട് കാണാതെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കണം പ്രിയപ്പെട്ടവരെ. നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ശത്രുവിൻ്റെ നേരെ ദൈവം യുദ്ധം ചെയ്യും. ദാവീദിൽ കൂടെ ദൈവം ആരംഭിച്ച പദ്ധതി പൂർത്തീകരിക്കുക എന്നുള്ളത് ദാവീദിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. ദൈവം അത് പൂർത്തീകരിക്കുകയും ചെയ്തു. വചനത്തിൽ കൂടി നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതുപോലെ ഫറവോന് ആ കൊട്ടാരത്തിലുണ്ടായിരുന്ന മോശ ഫറവോൻ്റെ ആ കൊട്ടാരത്തിലുണ്ടായിരുന്നപ്പോൾ ഈ ഫറവോന് മോശയും വെല്ലുവിളിച്ചു, ഇസ്രായേലിനെ വിട്ടയപ്പാൻ തക്കവണ്ണം ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവൻ ആര്? ഞാൻ യഹോവയെ അറിയയില്ല എന്ന് പറഞ്ഞിട്ട് ഫറവോന് വെല്ലുവിളിക്കുന്നുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഫറവോന് ദൈവം തന്നെ ചെങ്കടലിൽ കാണിച്ചു കൊടുത്തു. ദൈവം ആരാണെന്നും അവൻ്റെ മഹത്വം എന്താണെന്നും ഒക്കെ ദൈവം തന്നെ കാണിച്ചു കൊടുത്തു. ദൈവമക്കളെ, ജീവിതത്തിൽ ചില ചോദ്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾ ചിലപ്പം തല കുനിച്ച് നിൽക്കേണ്ടി വന്നാലും അല്പം താമസിച്ചാൽ അതിൻ്റെ ഉത്തരം ചോദിച്ചവർ കാണുക ദൈവം തക്ക സമയത്ത് അതിൻ്റെ ഉത്തരം തരും. ദൈവമക്കളെ, നമ്മൾ മറന്നാലും നമ്മളെ മറക്കാത്തൊരു പിതാവാണ് നമുക്കുള്ളത്. ആ കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്ത് ചെല്ലണമെന്ന് മാത്രമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ചെന്നാൽ നമ്മുടെ ഏത് വിഷയമായിക്കൊള്ളട്ടെ, ആ വിഷയങ്ങളുടെ മുഖത്ത് ഇത് എങ്ങനെ പരിഹരിക്കുമെന്ന് നമ്മൾ ചിന്തിച്ച് ഭാരപ്പെടേണ്ട. കർത്താവ് തന്നെ അതിന് മറുപടി തന്ന് നമ്മളോട് എതിർക്കുന്ന ശത്രുവിനെ കർത്താവ് തന്നെ തോൽപ്പിക്കും. യുദ്ധം യഹോവയ്ക്കുള്ളതാണല്ലോ. ആ
കർത്താവ് തന്നെ നമുക്ക് വേണ്ടി എഴുന്നേറ്റ് യുദ്ധം ചെയ്യും. അതിനാൽ ഈ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി കർത്താവിനോട് പറ്റിയിരുന്ന് ആ കർത്താവിൻ്റെ ആ കരുതലിൽ, ആ സ്നേഹത്തിൽ കർത്താവിനോട് തന്നെ നമുക്ക് ചേർന്നിരിക്കാം. അപ്പം നമ്മൾ കുലുങ്ങിപ്പോകാൻ, ഏത് പ്രതികൂലത്തിലും നമ്മൾ കുലുങ്ങിപ്പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. നമ്മുടെ ഭാരം ഒത്തിരി വലുതായിട്ട് നമ്മൾ തന്നെ ചിന്തിച്ചു കൂട്ടുമ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റാതെ വരുന്നത്. നമ്മൾ ആ ഭാരങ്ങൾ സകല ചിന്താകുലം എൻ്റെ മേൽ ഇട്ടുകൊള്ളുക എന്ന് വചനത്തിൽ പറയുന്നുണ്ടല്ലോ. നമ്മുടെ ഭാരം കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. അത് കൊടുങ്കാറ്റിൻ്റെ അനുഭവമാണെങ്കിലും, യോർദാൻ്റെ അനുഭവമാണെങ്കിലും, ചെങ്കടലിൻ്റെ അനുഭവമാണെങ്കിലും, ഏതെല്ലാം പ്രതികൂലമാണെങ്കിലും നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്കൊരു പിതാവുണ്ട് മക്കളെ. ആ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് ചെല്ലാം. കർത്താവ് അതിനെല്ലാവർക്കും കൃപ തരട്ടെ. God bless you all.